അൻസിബയുടെ തടങ്കലുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ കാത്തിരിക്കുന്നു. അതിനിടയിൽ നമ്മൾ ചലച്ചിത്രാഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ മത്സരം നടന്നുകൊണ്ടിരിക്കുന്ന വേദിയിലേക്കൊന്ന് പോവുകയാണ്. മത്സരചിത്രം ഇപ്പോൾ പൂർണ്ണമായും തെളിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനുമാണ് മത്സരിക്കുക. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് മത്സര രംഗത്തുള്ളത്. ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കാളിദാസ് പ്രസാദ് ചേരുന്നു. അൻസിബ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് മറ്റാരും അതിൽ മത്സരിക്കാത്തതുകൊണ്ടോ മറ്റാരെങ്കിലും നേരത്തെ മത്സരിക്കാൻ കൊടുത്ത പത്രിക പിൻവലിച്ചതുകൊണ്ടോ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് അൻസിബ തിരഞ്ഞെടുക്കപ്പെട്ടത്? MS അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക ഒടുവിൽ തയ്യാറായിരിക്കുന്നു. അതിൽ മത്സരാർത്ഥികളുടെ ഈ ഒരു പങ്കെടുക്കുന്ന സ്ഥാനാർത്ഥികളുടെ അടക്കം പേരുവിവരങ്ങൾ സംഘടന പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ MS ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ ആദ്യം എത്താം. കാരണം അൻസിബ ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആ സ്ഥാനത്തേക്ക് അൻസിബ അടക്കം 13 പേരാണ് അവിടെ ആ ഒരു സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. എന്നാൽ 12 പേർ പിന്നീട് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയായിരുന്നു. അതോടുകൂടി എതിരില്ലാതെ അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും ആ ഒരു പട്ടിക, ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക ഒന്ന് പറഞ്ഞു പോകാവുന്നതാണ്. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരാണ് മത്സരിക്കുന്നത്. അത് ശരിയാണ്, അത് പ്രധാനപ്പെട്ടതാണ്. പ്രസിഡന്റ് പദവി വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്കിലും ഈ അൻസിബയുടെ കാര്യത്തിൽ 13 പേരായിരുന്നു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചത് എന്ന് പ്രസാദ് കാളിദാസൻ സൂചിപ്പിച്ചു. അതിൽ 12 പേരും പത്രിക പിൻവലിച്ചു. ഈ 12 പേരും പത്രിക പിൻവലിക്കാൻ കാരണം നേരത്തെയുള്ള ആ ഒരു ആവശ്യപ്രകാരമാണോ? അതായത് സ്ത്രീ സംവരണം, ഒരു സ്ത്രീ പ്രസിഡന്റ് പദവിയിൽ വരട്ടെ എന്ന് പറയുന്നത് പോലെ ഒരു സ്ത്രീ ജോയിന്റ് സെക്രട്ടറി ആവട്ടെ എന്നുള്ള നിലയ്ക്ക് അൻസിബ മത്സരിക്കുന്നതുകൊണ്ട് നമ്മൾ പുരുഷന്മാരെല്ലാം മാറി നിൽക്കാം എന്നുള്ള നിലയ്ക്ക് ആയിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും MS നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കും. കാരണം ഇതിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഭാരവാഹിയായ പൂജപ്പുര രാധാകൃഷ്ണൻ അടക്കം സൂചിപ്പിച്ചത് 13 പേർ, അൻസിബ അടക്കം 13 പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. എന്നാൽ 12 പേർ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയായിരുന്നു. അപ്പോൾ അതിലൂടെ വ്യക്തമാകുന്നത് ആ ഒരു വനിതാ ശക്തിയാണ്. അതോടൊപ്പം തന്നെ വനിതാ സംവരണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അൻസിബ ഹസൻ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ളതാണ് അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പ് ഭാരവാഹിയായ പൂജപ്പുര രാധാകൃഷ്ണൻ അടക്കം സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വനിതാ സംവരണം അത്രത്തോളം കൊണ്ടുവരിക, അല്ലെങ്കിൽ വനിതാ പ്രാതിനിധ്യം നല്ല രീതിയിൽ കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിജയത്തിന് പിന്നിലും, അല്ലെങ്കിൽ അൻസിബ ഹസന്റെ ഈ ഒരു എതിരില്ലാതെയുള്ള ഈ ഒരു സ്ഥാനക്കയറ്റത്തിലെ ഈ ഒരു ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തിലേക്കുള്ള ഈ ഒരു വരവും എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. MS എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ഒരു വനിതാ പ്രാതിനിധ്യം അത്രത്തോളം കൂട്ടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഇപ്പോൾ കണ്ടിട്ടുള്ള ഈ ഒരു മാറ്റങ്ങളും. അതോടൊപ്പം തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട അൻസിബ ഹസന്റെ ആ ഒരു നീക്കവും എന്നുള്ളതെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 2 പേരാണ്, ശ്വേതാ മേനോനും ദേവനുമാണ് മത്സരിക്കുന്നത്. പിന്നീട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് മത്സരിക്കുന്നത്. രവീന്ദ്രനെ സംബന്ധിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്കുമെല്ലാം നാമനിർദ്ദേശ പത്രിക നൽകിയിരുന്നു. എന്നാൽ ആ പത്രികകളെല്ലാം പിൻവലിച്ച് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമാണ് രവീന്ദ്രൻ മത്സരിക്കുന്നത്. ഒപ്പം തന്നെ നടൻ ബാബുരാജും ഈ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നേരത്തെ പത്രിക കൊടുത്തിരുന്നു. ആ പത്രികയും പിൻവലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഈ ഒരു വനിതാ പ്രാതിനിധ്യം തന്നെയാണ് ഇത്തരത്തിലുള്ള പത്രിക പിൻവലിക്കാൻ കാരണമായത്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. വനിതാ പ്രാതിനിധ്യം തന്നെ നമുക്ക് വേണം, വനിതകൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ളൊരു സംഘടനയെ കെട്ടിപ്പടുക്കാനുള്ള ഒരു നീക്കമാണ് അമ്മ സംഘടനയ്ക്കുള്ളിലുള്ളത് എന്നുള്ളത് ഈ ഒരു നീക്കങ്ങളിലൂടെ തന്നെ വ്യക്തമായി പറയാൻ സാധിക്കും. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഭാരവാഹികളായ പൂജപ്പുര രാധാകൃഷ്ണന്റെയും കുഞ്ചന്റെയും ഒപ്പം തന്നെ ഈ ഭാരവാഹികളുടെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് 3 പേരാണുള്ളത്. ജയൻ ചേർത്തല, ലക്ഷ്മി പ്രിയ, നാസർ ലത്തീഫ്, ഇങ്ങനെ 3 പേരാണ് ഉള്ളത്. അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകളുള്ളത്. ഈ ഒരു മത്സരരംഗത്തേക്ക് നീന കുറുപ്പ്, സജിത ബേട്ടി, സരയു, ആശ അരവിന്ദ്, അഞ്ജലി നായർ, കൈലാഷ്, വിനു മോഹൻ, ജോയ് മാത്യു, സിജോയ് വർഗീസ്, റോണി ഡേവിഡ് രാജ്, ടിനി ടോം, സന്തോഷ് കിഴട്ടൂർ, നന്ദു പൊതിവാൾ എന്നിവരാണ് ഉള്ളത്. ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും മത്സരിക്കുന്നുണ്ട്. പത്രിക എന്തോ അക്ഷരപ്പിശക് മൂലം തള്ളി എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നല്ലോ.
തീർച്ചയായും. പക്ഷേ അത് ആ ഒരു സ്ഥാനത്തേക്ക് ഇപ്പോൾ ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ മറ്റ് ചില സ്ഥാനങ്ങളിലേക്കും ഒക്കെ തന്നെ ജോയ് മാത്യു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ആ ചില പത്രികകളാണ് ഇപ്പോൾ തള്ളിയത്. എന്തായാലും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള ആ ഒരു മത്സര രംഗത്ത് ജോയ് മാത്യു ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു പട്ടികയടക്കം ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക പറയുന്നത്. അതിൽ ജോയ് മാത്യു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മത്സരിക്കുന്നുണ്ട് ഈ ഒരു അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പിൽ. മറ്റ് സ്ഥാനങ്ങളിലേക്കുള്ള ചില നാമനിർദ്ദേശ പത്രികകളാണ് ഇപ്പോൾ തള്ളിയത്. നിരവധി പേർ പല സ്ഥാനങ്ങളിലേക്കും പത്രികകൾ സമർപ്പിച്ചിരുന്നു. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നടൻ രവീന്ദ്രൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒക്കെ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ആ പത്രികകളെല്ലാം പിൻവലിച്ചുകൊണ്ട് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമാണ് ഇപ്പോൾ നടൻ രവീന്ദ്രൻ മത്സരിക്കുന്നത്. അങ്ങനെ നിരവധി പേരുണ്ട്. അൻസിബയെ സംബന്ധിച്ച് സൂചിപ്പിച്ചു, ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും കടുത്തൊരു മത്സരം ഉണ്ടാകുമെന്നുള്ളതാണ്. 15-ാം തീയതിയാണ് ഇതിനെ സംബന്ധിച്ച് മത്സരം നടക്കുക. ഈ മത്സരം രാവിലെയോടുകൂടി തുടങ്ങി ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി തന്നെ മത്സരം വോട്ടെടുപ്പ് പൂർത്തിയാകും. 507 അംഗങ്ങളാണ് ഈ അമ്മ സംഘടനയിലുള്ളത്. 507 വോട്ടർമാരാണ് ഉള്ളത്. അപ്പോൾ അതിന് 1 മണിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ശേഷം പിന്നീട് വോട്ടെണ്ണൽ വൈകുന്നേരത്തോടു കൂടി തന്നെ ഏകദേശം ഫലം അറിയാൻ സാധിക്കുമെന്നുള്ളതാണ് പ്രിസൈഡിംഗ് ഓഫീസർ അടക്കം അമ്മ തെരഞ്ഞെടുപ്പ് ഭാരവാഹികളടക്കം ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിരുന്നത്. MS പ്രസാദ് കാളിദാസൻ, ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് പ്രസിഡന്റ് പദവിയിലേക്കുള്ള മത്സരം എന്ന് വരുമ്പോൾ അൻസിബ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. ബാക്കിയുള്ള 12 പേരും പത്രിക പിൻവലിക്കുന്നു. ആ പത്രിക പിൻവലിച്ചത് അൻസിബയ്ക്ക് ആ ഒരു സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയാണ്. അതൊരു സ്ത്രീപക്ഷ ചിന്തയുടെ ഭാഗമായിട്ടാണ്. എങ്കിൽ അങ്ങനെ ഒരു തരംഗം അമ്മ സംഘടനയ്ക്കകത്ത് ഇപ്പോൾ ഉണ്ട് എന്ന് വിചാരിക്കേണ്ടി വരുമോ? ആ തരംഗം ശ്വേതാ മേനോന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് ഗുണം ചെയ്യുമെന്ന് വിചാരിക്കാമോ? തീർച്ചയായും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അല്ലെങ്കിൽ ആ ഒരു മത്സരം അത്രത്തോളം കടുക്കുകയാണ് എന്നുള്ളതാണ്. കാരണം വനിതാ പ്രാതിനിധ്യത്തിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു നീക്കമാണ്, അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്. അമ്മ സംഘടനയെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു വലിയ രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പൊതുവെ ശീലമില്ല. ഈ ഒരു ജനറൽ ബോഡി യോഗത്തിന് ശേഷം പിന്നീട് എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയാണ് സാധാരണ പതിവ്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പ് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഭാരവാഹികൾ അടക്കം പറഞ്ഞിരിക്കുന്നത്. ഈ വനിതാ പ്രാതിനിധ്യം കൂട്ടുന്നതിൻ്റെ ഭാഗമായി തന്നെയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ ഈ ഒരു പ്രധാന സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഈ ഒരു ശ്വേതാ മേനോനെ ഇത്തരത്തിൽ ശ്വേതാ മേനോൻ മത്സരിക്കുന്നതുകൊണ്ട് വനിതകൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നുള്ള ഒരു വനിതകൾക്ക് പ്രാതിനിധ്യം കിട്ടണമെന്നുള്ളത് കൊണ്ടാണ് നടൻ ജഗദീഷ് അടക്കം ഇതിൽ നിന്ന് പിന്മാറിയത് എന്നുള്ളതടക്കം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇപ്പോൾ നടൻ ബാബുരാജിൻ്റെ ഈ ഒരു പിന്മാറ്റവും ഇത്തരത്തിലുള്ള വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കുക എന്നുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അത്തരത്തിലുള്ള ചില നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലും നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വലിയ രീതിയിൽ വനിതാ അംഗങ്ങളുള്ള, അല്ലെങ്കിൽ സംഘടനയുടെ തലപ്പത്ത് വനിതകൾ നിറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ഭൂരിഭാഗവും വനിതകളുള്ള ഒരു സംഘടന ആവുകയാണ് അമ്മ എന്നുള്ളൊരു സൂചനയാണ്. അല്ലെങ്കിൽ ആ ഒരു മത്സര രംഗത്തേക്കും സംഘടനയുടെ തലപ്പത്തേക്കും വനിതകൾ വലിയ രീതിയിൽ മത്സര രംഗത്തേക്ക് വരുന്നു. ആ ഒരു മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ഈ 15-ന് നടക്കാനിരിക്കുന്ന അമ്മ സംഘടനാ തെരഞ്ഞെടുപ്പ്. ശരി, പ്രസാദ് കാളിദാസൻ. ചലച്ചിത്രാഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ മത്സരചിത്രം തെളിഞ്ഞിരിക്കുന്നു. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും മത്സരിക്കും. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വരനും രവീന്ദ്രനുമാണ് മത്സരരംഗത്തുള്ളത്. ജോയിന്റ് സെക്രട്ടറിയായി എതിരില്ലാതെ അൻസിബ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ നിരവധി വാർത്തകൾ നമ്മളെ കാത്തിരിക്കുന്നു. കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട്